താന്തോന്നി. രചന റോസൂസൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. തറവാട്ടിൽ മേരിയമ്മ അവരെ കാത്തിരിക്കുകയായിരുന്നു. മകനും മരുമോൾക്ക് ഇഷ്ടപ്പെട്ട ആഹാരം ഒരുക്കിക്കൊണ്ട് അവരുടെ കാർ വന്ന് മുറ്റത്ത് നിന്നപ്പോൾ മേരിയമ്മ എഴുന്നേറ്റു. വാക്കിംഗ് സ്റ്റിക്ക് പിടിച്ച് നിൽക്കുന്ന അമ്മച്ചിയെ കണ്ടപ്പോൾ സേവിക്ക് മനസ്സിലൊരു വേദന തോന്നി. വാ മക്കളെ. മേരിയമ്മ നിറഞ്ഞ മനസ്സോടെ അവരകത്തേക്ക് ക്ഷണിച്ചു. സേവി ഷാനി അകത്തേക്ക് കയറുമ്പോൾ ഒരു വാഹനം വന്ന് മുറ്റത്ത് നിന്നു. പുതിയ സ്കോർപിയോ. IPS ഓഫീസർ ഡാനിയൽ ഈശ്വറിന്റെ ഔദ്യോഗിക വാഹനം. ചിരിച്ച മുഖത്തോടെ ഈശ്വർ പുറത്തേക്ക് ഇറങ്ങി. നെറ്റി വിളിച്ചുകൊണ്ട് സേവിയാളെ നോക്കി. ഈ വീട്ടുമുറ്റത്ത് പോലീസിന്റെ ആവശ്യം എന്താണെന്ന അർത്ഥത്തിൽ ഈശ്വർ നേരെ നടന്നു വന്നു. മേരിയമ്മ, ഇവിടെ അടുത്തോട്ട് നേരെ പോകാനുണ്ടായിരുന്നു, എന്നാ പിന്നെ ഇവിടെ കയറി പോകാന്ന് കരുതി. ഈശ്വർ ചിരിച്ചുകൊണ്ട് മേരിയമ്മയെ കെട്ടിപ്പിടിച്ചു. നന്നായി മോനെ, നീ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഡാനിയലിന്റെ കൈ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു അവർ. മേരിയമ്മയുടെ ശബ്ദത്തിൽ ഒരു പ്രത്യേക സ്നേഹമുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ സേവിക്കൽപ്പ് ആശ്ചര്യം തോന്നി. അമ്മച്ചിയോട് ഇത്രയ്ക്കും അടുത്ത് ഇടപെടണമെങ്കിൽ ഇവൻ അമ്മച്ചിക്ക് വേണ്ടപ്പെട്ടവൻ തന്നെയാണ്. ആരാണ്? ദേവിയുടെ മനസ്സിൽ ആ ചോദ്യം തലപൊക്കി. മോനെ സേവി, ഇവൻ ഡാനിയൽ ഈശ്വർ. അമ്മച്ചിക്ക് വളരെ വേണ്ടപ്പെട്ടവന്. ഇവിടെ IPS ഓഫീസറായി ചാർജ് എടുത്തു. മേരിയമ്മ പരിചയപ്പെടുത്തി. ഈശ്വർ സേവിയിലേക്ക് തിരിഞ്ഞ് വലത് കൈ നീട്ടി. സേവി, നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഞാൻ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ പരിചയപ്പെട്ടില്ലെന്ന് മാത്രം. ഡാനിയൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അവനെ നീട്ടിപ്പിടിച്ച വലത് കൈയിൽ പിടിച്ചു സേവി. ഒന്നും പറഞ്ഞില്ല അവൻ. അവന്റെ കണ്ണുകളിൽ ഇപ്പോഴും സംശയമായിരുന്നു. അമ്മച്ചിയുടെ തിരിച്ചുവരവ്, ഇപ്പോൾ IPS ഓഫീസർ ഡാനിയലിന്റെ വരവ്, രണ്ടും കൂടി എന്തോ ബന്ധമുള്ളവരെ തോന്നി അവന്റെ മനസ്സിൽ. ഈശാനി ഈശ്വരനെ നോക്കി. അവന്റെ മുഖത്ത് എന്തോ പരിചിതം പോലെ തോന്നി. നിങ്ങൾ? ആളെന്തോ ആലോചനയോടെ പറഞ്ഞു. നമ്മൾ മുമ്പ് കണ്ടിട്ടില്ല, പക്ഷെ എനിക്ക് നിങ്ങളറിയാം. ഈശ്വർ ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ ആൾക്കൽപ്പം ആശ്ചര്യം തോന്നി. മേരിയമ്മ പറഞ്ഞിട്ടുണ്ട് വിവാഹത്തിന് വരണമെന്നുണ്ടായിരുന്നു. അന്ന് ഞാൻ ഡൽഹിയിലായിരുന്നു, അതുകൊണ്ട് വരാനൊത്തില്ല. അവൻ കൂട്ടിച്ചേർത്തു. മേരിയമ്മ ഇടപെട്ടു. ശരി ശരി, വിശേഷങ്ങളൊക്കെ ഇനിയും പറയാലോ. ആദ്യം എല്ലാവരും കൈ കഴുകി മക്കളെ, ഭക്ഷണം തണുത്തു പോകും. പറഞ്ഞുകൊണ്ട് മേരിയമ്മ അകത്തേക്ക് നടന്നു. പിന്നാലെ മറ്റുള്ളവരും. പഴയകാലത്ത് ഓർമ്മിപ്പിക്കുന്ന വലിയ തടിമേശ. കൈ കഴുകി എല്ലാവരും ഇരുന്നു. മേശപ്പുറത്ത് നിറഞ്ഞ വിഭവങ്ങൾ. ചോറും സാമ്പാറും അവിയലും മീൻകറിയും കോഴി വറുത്തതും ബീഫ് വറുത്തും മീൻ പൊരിച്ചതും അച്ചാറും, എല്ലാ വിഭവങ്ങളും, മധുരത്തിന് പായസം വരെ. ഈശാനി ഒരു നിമിഷം മേശ നോക്കി നിന്നു. അമ്മച്ചി ഇതെല്ലാം ഒരുക്കിയോ? വീഴുന്ന മിഴികളോടെ ചോദിച്ചവൾ. എന്റെ മക്കളുടെ ഈ വീട്ടിൽ ആദ്യത്തെ വിരുന്നല്ലേ, കുറഞ്ഞു പോയോന്ന് അമ്മച്ചിക്ക്. ഇരിക്കും മോളെ. അരികിൽ അവളെ പിടിച്ചിരുത്തി മേരിയമ്മ. സേവി ഇരിക്കുന്നതിന്റെ എതിർവശത്തിരുന്നു. ക്ലാര എല്ലാവർക്കും ആഹാരം വിളമ്പിക്കൊടുത്തു. എല്ലാവരും നിറഞ്ഞ മനസ്സോടെ ആഹാരം കഴിച്ചു. എല്ലാവരും കഴിച്ചെഴുന്നേറ്റു. ഇഷാനി ക്ലാരയെ സഹായിക്കാനായി അടുക്കളയിലേക്ക് പോയി. മേരിയമ്മയും ഡാനിയലും സേവിയും അകത്തൊരു മുറിയിൽ ഒത്തുകൂടി. ആ വാതിലടഞ്ഞു. രഹസ്യങ്ങളുടെ ഭാണ്ഡമഴിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മേരിയമ്മ. മോനെ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അതിനുമുമ്പ് നീ എനിക്കൊരു വാക്ക് തരണം. അമ്മച്ചി പറയുന്ന കേട്ടപ്പോൾ സേവിയുടെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. അമ്മച്ചിയുടെ ആ വാക്കുകളിലെക്കാനും അവനും മനസ്സിലായിരുന്നു. നീ ഒരു പ്രശ്നത്തിനും പോയില്ലെന്ന് അമ്മച്ചിക്ക് വാക്ക് തരണം. എല്ലാ ഈശ്വര അവന്റെ അധികാരം വെച്ച് നോയിക്കോളും. ഈശാനി നിന്റെ കൂടെ കൂടിയത് സന്തോഷകരമായ ഒരു കുടുംബജീവിതം സ്വപ്നം കണ്ടുകൊണ്ടാ. അതെന്റെ മോൻ മറക്കരുത്. മേരിയമ്മ പ്രതീക്ഷയോടെ മകനെ നോക്കി. അമ്മച്ചി കാര്യം പറയുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഇവിടെ എന്തൊക്കെയോ ചീഞ്ഞാറുന്നുണ്ട് എനിക്ക് ഉറപ്പായിരുന്നു. ഇനി എന്നോട് മറച്ചു വെക്കാൻ കാര്യങ്ങൾ അമ്മച്ചി തുറന്നു പറയണം. അമ്മച്ചിയുടെ മകനാ ഞാൻ, അത് ഓർമ്മ വേണം. 12 വർഷം അപ്പനും അമ്മയും ആരുമില്ലാതെ വളർന്നവൻ. അപ്പൻ്റെയും അമ്മയുടെയും സ്നേഹം കിട്ടേണ്ട സമയത്ത് അതെനിക്ക് കിട്ടിയിട്ടില്ല. എനിക്ക് നഷ്ടപ്പെട്ടു പോയത് എൻ്റെ ജീവിതത്തിലെ മനോഹരമായ ദിവസങ്ങളായിരുന്നു. എൻ്റെ അമ്മച്ചിക്ക് ആ ദിവസങ്ങൾ എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയണം. മോനെ, നീ സമാധാനമായിരിക്കുക. അമ്മച്ചി എല്ലാം പറയാം. നീ എനിക്ക് വാക്ക് തരണം. ഇഷാനിയെ നീ വേദനിപ്പിക്കില്ലെന്ന്. അമ്മച്ചി അവനെ നേർക്ക് തൻ്റെ വലതുകരം നീട്ടിപ്പിടിച്ചു. സേവിക്ക് മനസ്സിലായി അമ്മച്ചി ഉള്ളിലൊതുക്കുന്ന രഹസ്യം തന്നെ പ്രകോപിപ്പിക്കുന്ന തന്നെയാണെന്ന്. അമ്മച്ചി കാര്യം പറ. ഒരു മകനെന്നതിൽ എനിക്ക് അമ്മച്ചിയോടുള്ള കടമകൾ ഞാൻ ചെയ്യും. അതുപോലെ തന്നെ ഇഷാനിയുടെ ഭാര്യയാണ്. അവൾക്ക് വേണ്ടത് ചെയ്യാൻ എനിക്കറിയാം. ഇത് രണ്ടും കൂടെ ആ മകനെന്നതിൽ എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അത് എന്തുവേണമെന്ന് എനിക്കറിയാം. അതാരും എന്നെ പഠിപ്പിക്കണ്ട. അവൻ്റെ വാക്കുകൾ വല്ലാതെ കടുത്തുപോയിരുന്നു. നിന്നോട് ഇനിയൊന്നും മറച്ചു വെക്കാൻ എനിക്ക് കഴിയില്ല. എന്നാലും നീ എല്ലാം അറിയും. അമ്മയുടെ നാവിൽ നിന്ന് തന്നെ നീ സത്യങ്ങൾ അറിയണം. മോനെ, ഇവൻ നിന്റെ അളിയന്, അതായത് ഇഷാനിയുടെ ചേട്ടൻ. മേരിയമ്മ പറഞ്ഞു കേട്ട് സേവിച്ച ഞെട്ടി. അമ്മച്ചി എന്നതായി പറയുന്നേ? ചോദിച്ചു പോയവൻ. മേരിയമ്മ തനിക്ക് സംഭവിച്ചൊക്കെ മകനോട് പറയാൻ തുടങ്ങി. തങ്കച്ചിയുമായുള്ള അപ്പന്റെ അവിഹിത ബന്ധം, സ്വത്തുക്കൾ കിട്ടാൻ വേണ്ടി തങ്കച്ചി അപ്പന്റെ കൂടെ കൂടിയത്. എന്നാൽ അവർ തമ്മിലുള്ള ബന്ധം പുറലോകം അറിഞ്ഞപ്പോൾ ആ ബന്ധം ഉപേക്ഷിക്കുന്നതിന് പകരം തന്റെ സ്വത്തുവകൾ കൈക്കലാക്കാൻ, തന്നെ ഇല്ലാതാക്കാനാണ് തങ്കച്ചി ശ്രമിച്ചുൾപ്പെടെ എല്ലാം വിശദമായി പറഞ്ഞു. എന്നാൽ അവരുടെ നീക്കങ്ങൾ ഇഷാനിയുടെ അച്ഛൻ ചന്ദ്രശേഖർ മനസ്സിലാക്കിയതും വിവരങ്ങൾ തന്നെ അറിയിച്ചതും താൻ മുൻകരുതൽ എന്നോണം സ്വത്തുക്കളെല്ലാം മകന്റെ പേരിലേക്ക് മാറ്റിയതും എല്ലാത്തിനും സഹായമായി മൂർത്തി നിന്നതും അവസാനം തന്നെ തങ്കച്ചിയുടെ ആംഗ്ലമാരുടെയും ഗൂഢാലോചന പ്രകാരം തനിക്ക് അപകടം പറ്റുന്നു അത്ഭുതകരമായി അവിടെ എത്തിയ ഡാനിയിൽ തന്നെ രക്ഷിച്ചതും
ചന്ദ്രശേഖരന്റെ മകനാണ് അവനെന്ന് താൻ തിരിച്ചറിയുന്നു. ചന്ദ്രശേഖരനെ വിളിപ്പിക്കുകയും താൻ ജീവനോടുണ്ടെന്ന് അറിയിക്കുകയും ചെയ്തതും തന്റെ കൊലപാതകത്തിന് പിന്നിൽ തങ്കച്ചിയോ ആങ്ങളമാരുമാണെന്ന രഹസ്യം ചന്ദ്രശേഖരൻ അറിയാമെന്ന് പാർട്ടിയുടെ ഫണ്ടിലേക്ക് പണം പിരിക്കാൻ വരുന്ന ചന്ദ്രശേഖരനെ അവർ ഇല്ലാതാക്കുകയും ചെയ്തു. പാർട്ടിക്ക് വേണ്ടി കൊല്ലാനും ചാവാനും ഒരു കാലത്ത് നടന്നിരുന്നവൻ മരണപ്പെട്ടപ്പോൾ അതൊരു പാർട്ടി കൊലപാതകമായി തെളിയിക്കപ്പെടാത്ത രീതിയിൽ കേസ് ഫയൽ അടക്കുകയും ചെയ്തു. എല്ലാ കാര്യങ്ങളും മേരിയമ്മ തുറന്നു പറഞ്ഞു. ഡാനിയൽ ഈശ്വർ ചന്ദ്രശേഖരന്റെ മകനാണെന്ന് ഇനി എല്ലാവരും അറിയണം. അതിനുവേണ്ടിയാ ഞാനിവനെ കൂട്ടിക്കൊണ്ടുവന്ന് എന്നുകൂടി അമ്മച്ചി പറഞ്ഞു നിർത്തിയപ്പോൾ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു സേവി. താൻ അറിയാതെ പോയ 12 വർഷത്തെ സംഭവവികാസങ്ങളൊന്നായി അവന് മുന്നിൽ മറന്നീക്കി പുറത്തേക്ക് വന്നു. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ല എല്ലാം. നിന്റെ ജീവിതത്തിലേക്ക് ഇഷാനിയെ ചേർത്ത് വെച്ചത് അമ്മച്ചിയാ. അമ്മച്ചിക്ക് വേണ്ടി രക്തസാക്ഷി ആവേണ്ടി വന്ന ചെറുപ്പത്തിലെ കളിക്കൂട്ടുകാരൻ്റെ മകൾ നിനക്കായി കണ്ടുപിടിച്ചവൻ ഞാനാണ്. എനിക്ക് വേണ്ടിയാ ചന്ദ്രശേഖരന്റെ ജീവൻ പൊലിഞ്ഞത്. അതിന് പ്രായശ്ചിത്തം ചെയ്യണം തോന്നി. ഞാൻ ജീവനോടെ ഉണ്ടെന്ന രഹസ്യം മൂർത്തിക്കും ഡാനിയലിനും ഇഷാനിക്കും അറിയാമായിരുന്നു. അമ്മച്ചി പറയുന്നത് പുതിയ അറിവായിരുന്നു സേവിക്ക്. അത് ശരി, അപ്പൊ നിങ്ങളെല്ലാവരും കൂടി സേവിയെ പൊട്ടനാക്കിയല്ലേ? ഇഷാനിക്കെല്ലാം അറിയാമായിരുന്നു, അല്ലാതെ എന്നോടുള്ള മുടിഞ്ഞ പ്രേമം കൊണ്ട് അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നതല്ല. അവൻ്റെ പെട്ടെന്നുള്ള ഭാവമാറ്റം അമ്മച്ചിയും ഡാനിയലിനെ അമ്പരപ്പിച്ചു. ഒരു നിമിഷം അവൻ്റെ ചിന്തയിൽ ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇഷാനി തന്റെ ജീവിതത്തിലേക്ക് വന്ന് അമ്മച്ചിയുടെ ആവശ്യപ്രകാരമായിരുന്നു എന്നത്. അതവനെ തലച്ചോറിനെ പോലും ഭ്രാന്ത് പിടിപ്പിച്ചു. അടഞ്ഞു കിടന്ന വാതിൽ വലിച്ചു തുറന്നവൻ ആ വാതിലിന് പുറത്ത് ഇഷാനി നിറഞ്ഞ കണ്ണോടെ നിന്നിരുന്നു. അകത്തെ സംഭാഷണങ്ങളെല്ലാം കേട്ടില്ലെങ്കിലും സേവ്യ അവസാനം പറഞ്ഞ വാക്കുകൾ അവളുടെ കാതിൽ പതിഞ്ഞിരുന്നു. അത് ശരി, അപ്പൊ നിങ്ങളെല്ലാവരും കൂടി സേവ്യെ പൊട്ടനാക്കിയല്ലേ? ഇഷാനിക്കെല്ലാം അറിയായിരുന്നു, അല്ലാതെ എന്നോടുള്ള മുടിഞ്ഞ പ്രേമം കൊണ്ട് അവൻ എൻ്റെ ജീവിതത്തിലേക്ക് വന്നല്ല. അവളെ കണ്ടപ്പോൾ അവനൊന്ന് പുച്ഛത്തോടെ ചിരിച്ചു. നീയോട് നിൽപ്പുണ്ടായിരുന്നോ? കേട്ടല്ലാത്ത സംഭാഷണങ്ങൾ ഞാൻ ഒന്നുകൂടി പറയാം. ഇഷാനി ചന്ദ്രശേഖരൻ ഈ സേവിയുടെ ജീവിതത്തിലോട്ട് വന്ന് എന്നോടുള്ള അടങ്ങാത്ത പ്രണയം കൊണ്ടല്ലെന്ന്. എൻ്റെ അമ്മച്ചിയുടെ കാര്യം നിന്നോട് ഞാൻ പറഞ്ഞല്ലേ, ഒരു വാക്കെങ്കിലും നിനക്കിനോട് പറയാമായിരുന്നു. ആ വാക്കുകളിലെ വേദന ഒളിഞ്ഞിരിക്കുന്നവൾക്ക് മനസ്സിലായി. ഇച്ചായ, അമ്മച്ചി എന്നെ വിളിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഞാൻ പറയാതിരുന്ന് ഇച്ചായനെന്തെങ്കിലും അപകടത്തിൽപ്പെട്ടെങ്കിലും ഒന്ന് കരുതിയിട്ടാ. ഇച്ചായൻ്റെ മനസ്സുകൊണ്ട് തന്നെയാണ് ഞാൻ സ്വീകരിച്ച്. ഇങ്ങനെയൊന്നും പറയല്ലേ ഇച്ചായ? ആൾ കരഞ്ഞുകൊണ്ട് അവനോട് അടുത്തു. വേണ്ട, എല്ലാ നാടും എനിക്ക് മനസ്സിലായി. മുടിയനായ പുത്രനെ നന്നാക്കാൻ അമ്മച്ചി കണ്ടുപിടിച്ച മാർഗം കൊള്ളാം. അവളിൽ നിന്ന് അകന്ന് മാറിക്കൊണ്ട് സേവി പറഞ്ഞു. മോനെ സേവി, നീ എന്തൊക്കെയാണ് ഈ പറയുന്നേ? നിന്നെ നഷ്ടപ്പെടാതിരിക്കാൻ അമ്മച്ചി പറഞ്ഞ എന്റെ മരണം വരെ എന്റെ പൊന്നുമോൻ അമ്മച്ചിക്ക് കണ്ണു നിറയെ കാണാൻ. അവന്റെ അരികിൽ വന്ന് ആ കവിളിൽ തലോടിക്കൊണ്ട് മേരിയമ്മ നിറകണ്ണുകളോടെ പറഞ്ഞു. നിങ്ങൾ കരുതുന്ന പോലെ എല്ലാവരും ഞാൻ മിണ്ടാതിരിക്കുന്നു കരുതിയോ? എന്റെ അമ്മച്ചിയെ ലോകത്ത് നിന്ന് തുടച്ചു മാറ്റാൻ ശ്രമിച്ചവരോട് ക്ഷമിക്കാൻ സേവി ഈശോമിശിയൊന്നുമല്ല. അമ്മച്ചിയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവൻ പറഞ്ഞു. സേവി, നിയമം കയ്യിലെടുക്കരുത്. അതിന് പോലീസും കോടതിയൊക്കെ ഉണ്ട് നാട്ടില്. അതുവരെ ഉണ്ടായിരുന്ന ഡാനിയിൽ എഴുന്നേറ്റു. അവന്റെ ആ പറച്ചിൽ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല സേവിക്ക്. ഒരു നിയമം? ആർക്ക് വേണം കോപ്പിലെ നിയമം? അതൊക്കെ പൊളിച്ചു മാറ്റേണ്ട കാലം അതിക്രമിച്ചു IPS. ഇവിടുത്തെ നിയമം നേരാവണ്ടായിരുന്നെങ്കിൽ ഇവിടെ കുട്ടികൾക്കെതിരെയുള്ള ലൈംഗിക അതിക്രമണം കൂടില്ല. നാട്ടിൽ അവിവാഹിതരായ അമ്മമാരുണ്ടാവില്ല. സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവിന്റെ വീട്ടിൽ മാനസിക പീഡനം സഹിക്കാൻ കഴിയാതെ ആത്മഹത്യ ചെയ്യുന്നവരുടെ എണ്ണം കൂടിലായിരുന്നു. എന്തിനേറെ പറയുന്നു, പാർട്ടി കൊലപാതകം എന്ന പേരിൽ കൊന്നെളിയ ചന്ദ്രശേഖർ, അതായത് നിന്റെയൊക്കെ അച്ഛൻ, എന്തേ തെളിയിക്കാൻ പറ്റിയില്ലേ? വലിയ ഓഫീസറല്ലേ, ആദ്യം പോയി സ്വന്തം തന്തയെ കൊന്നവരെ പിടിക്കടാ. തൊടില്ല അവരെ. ഒരു കൊമ്പത്ത് നിയമവും. പാർട്ടി കൊലപാതകം നടത്തി ജാമ്യത്തിലിറങ്ങി അങ്ങ് വിദേശത്ത് വരെ പോകുന്നു ഇന്നത്തെ കാലത്ത്. ഇനി അഥവാ ആരെങ്കിലും ശിക്ഷിച്ച ജയിലിൽ സുഖവാസവും സർക്കാർ ചെലവിൽ തിന്നും കുടിച്ചും ആളെ തിരിച്ചറിയാത്ത വിധമാകുമ്പോ ഒരു പരോളും. ഇനി കോടതി നിയമമൊക്കെ മാറും. സേവിക്ക് ഒരു കോടതിയേ ഉള്ളൂ, എന്റെ മനസ്സാക്ഷി എന്ന കോടതി. അവിടെ എനിക്ക് ആരെയും ബോധിപ്പിക്കാനില്ല. പിന്നെ ഒരു കാര്യം, എന്നെ പോലെ കുറെ ചുണക്കുട്ടികളുണ്ട്. അവരൊക്കെ സായികെട്ട ഒരു ഇറക്കിറങ്ങും. ഫോർ ദ പീപ്പിൾ കണ്ടിട്ടില്ലേ? അതുപോലെ പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ്, കയ്യിന് കൈ, ജീവന് ജീവൻ. അതിലേക്കുള്ള കാലം വിദൂരമല്ല. അതെ, ആങ്ങളെയും പെങ്ങളും ബന്ധമൊക്കെ പുതുക്കിയിരിക്ക്. എനിക്ക് പോയിട്ട് അത്യാവശ്യമുണ്ട്. പിന്നെ ഈ ഇട്ടിരിക്കുന്ന കാക്കി യൂണിഫോമിന്റെ അധികാരത്തില് എന്നെ എങ്ങാനും ചൊറിയാൻ വന്നാലുണ്ടല്ലോ, സേവിക്ക് ഒന്നിനും മടിയില്ല, പറഞ്ഞേക്കാം. വിരൽ ചൂണ്ടി എല്ലാവരെയും നോക്കി താക്കി ഇതുപോലെ പറഞ്ഞുകൊണ്ട് മുണ്ട് മടക്കി കുത്തി സേവി പുറത്തേക്ക് നടന്നു. സേവി പറഞ്ഞിട്ട് പോയ കാര്യങ്ങൾ കേട്ട് ശ്വാസമെടുക്കാൻ പോലും മറന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇഷാനി. ആങ്ങളെയും പെങ്ങളും, അച്ഛന്റെ കൊലപാതകം, ആളുടെ തലയിൽ ഒരു കൂട്ടം കടന്നലുകൾ ഒന്നിച്ചിരമ്പി. അവൻ പറഞ്ഞ ഓരോ വാക്കും ആ വീടിന്റെ മതിലുകളിൽ തിരിച്ചടിച്ച് മുഴങ്ങുന്ന പോലെ തോന്നിയവൾക്ക്. ഇഷാനിക്ക് ശ്വാസം എടുക്കാൻ പോലും ബുദ്ധിമുട്ടായി. ആങ്ങളെയും പെങ്ങളും, ആ വാക്കുകൾ മാത്രം വീണ്ടും വീണ്ടും അവളുടെ ചെവിയിൽ മുഴങ്ങി. ആളുടെ കണ്ണുകൾ സ്വയം ഡാനിയിലേക്ക് തിരിഞ്ഞു. കാക്കി യൂണിഫോം ഇട്ട് ഉറച്ചു നിൽക്കുന്ന ആ മനുഷ്യൻ കുറച്ചു നേരം മുമ്പ് വരെ ആൾക്കൊരു സാധാരണ പോലീസ് ഓഫീസർ മാത്രമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവനെന്റെ. അവളുടെ ശരീരം മുഴുവൻ വിറച്ചു. ഇഷാനി, മേരിയമ്മയുടെ ശബ്ദം അവളെ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു.
പക്ഷെ ആ ശബ്ദത്തിൽ സാധാപത്തേക്കാൾ കൂടുതൽ കുറ്റബോധമുണ്ടായിരുന്നു. ഇഷാനി പതുക്കെ അവരുടെ മുന്നിലേക്ക് വന്നു നിന്നു. അമ്മച്ചി, എന്താ സേവിച്ചാൻ പറഞ്ഞ്? എന്താ അതിനൊക്കെ അർത്ഥം? അമ്മച്ചി പറ. ഇഷാനി വീണ്ടും ചോദിച്ചു. ഈ പ്രാവശ്യം അവളുടെ ശബ്ദത്തിൽ വിറയിലുണ്ടായിരുന്നു. മേരിയമ്മ ഒരു ദീർഘനിശ്വാസം വിട്ടു. മോളെ, നീ കേൾക്കാൻ പോകുന്ന കാര്യം അത്ര നല്ലതല്ല. അവര് പറഞ്ഞു തുടങ്ങി. തനിക്കറിയാവുന്ന ചന്ദ്രശേഖരന്റെ കഴിഞ്ഞ കാലം, ഇഷാനിയുടെ അമ്മയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ചന്ദ്രശേഖരനുണ്ടായ ഒരു ബന്ധം, ഡാനിയൽ ഈശ്വറിന്റെ ജന്മകഥ. സമയത്തായാലും ഇഷാനി ആ സത്യത്തെ ഉൾക്കൊണ്ടു. മുന്നിൽ നിൽക്കുന്നത് തൻ്റെ അതേ ചോരയാണ്, തൻ്റെ അച്ഛൻ്റെ മകൻ, തൻ്റെ സഹോദരൻ. ഇഷാനി, നിങ്ങളൊക്കെ ദൂരെ നിന്ന് ഞാൻ നോക്കിക്കണ്ടിരുന്നു. അടുത്ത് വരെ എനിക്ക് പേടിയായിരുന്നു. എല്ലാവരും ഞാൻ നിങ്ങളെന്നെ ആട്ടി ഓടിച്ചാലോ എന്ന പേടി. ആളതിനൊന്ന് പുഞ്ചിരിച്ചു. നമ്മുടെ അച്ഛൻ വലിയൊരു പുള്ളിയാണ് അല്ലേ ചേട്ടാ? എത്രയോ ആളുകളിൽ നിന്ന് സമർത്ഥമായിട്ട് മറച്ചു വെച്ചു. മരണം വരെ ആരോടും പറയാത്ത രഹസ്യം. അമ്മച്ചിക്ക് അപകടം പറ്റി ചേട്ടൻ്റെ കൈകളിൽ എത്തില്ലായിരുന്നെങ്കിൽ തിരിച്ചറിയപ്പെടാതെ പോവുമായിരുന്നു രഹസ്യം. മരിച്ചു പോയിട്ടും അച്ഛനോട് വെറുപ്പ് തോന്നി അവൾക്ക്. എനിക്ക് സഹോദരനെ തിരിച്ചു കിട്ടി. പക്ഷെ എൻ്റെ പ്രാണനേക്കാൾ ഞാൻ സ്നേഹിച്ച എൻ്റെ ഇച്ഛായൻ. ബാക്കി പറയാൻ കഴിയാതെ വാപത്തി പിടിച്ച് കരഞ്ഞു ഇഷാനി. എൻ്റെ പെങ്ങളൂട്ടി പേടിക്കണ്ട. പെട്ടെന്ന് കേട്ടപ്പോഴായ ഷോക്കിൽ പറഞ്ഞു പോയതാവും. നിന്നെ വേദനിപ്പിക്കാനൊന്നും സേവിച്ചതിന് കഴിയില്ല. എന്തിനും ചേട്ടൻ കൂടെയുണ്ട്. ധൈര്യമായിട്ടിരിക്കുക. ഇഷാനിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഡാനിയൽ. ഞാൻ ഇറങ്ങട്ടെ, വിഷമിക്കണ്ട, എങ്ങോട്ടും പോവില്ല സേവിച്ചൻ. പറഞ്ഞുകൊണ്ട് ഡാനിയൽ ഇറങ്ങി. ആ പോകാൻ നോക്കിയെന്ന് ഇഷാനിയും മേരിയമ്മയും. അതേസമയം സേവി നേരെ പോയത് ബാറിലേക്കായിരുന്നു. വാതിൽ തുറന്നകത്ത് കയറിയപ്പോൾ മറ്റൊന്നും കാണാൻ കഴിഞ്ഞില്ല അവന്. അവന്റെ മനസ്സ് ഇതിനകം തന്നെ ഒരു കൊടുങ്കാറ്റിലായിരുന്നു. ഒരു ഫുള്ള് അവൻ പറഞ്ഞു. വെയിറ്റ് ഒരു നിമിഷം നോക്കി, പക്ഷെ ഒന്നും ചോദിക്കാതെ ഓർഡർ എടുത്തു. സേവി ഒരു കോണിലിരുന്നു. മുന്നിൽ ഗ്ലാസ് വന്നു. അവനതെടുത്തൊരു നിമിഷം നോക്കി. നാടകങ്ങൾ, അവൻ സ്വയം പറഞ്ഞു. എല്ലാം നാടകങ്ങൾ. അവൻ ഗ്ലാസ് ഒരേ സമയം ഒഴിച്ചു. മദ്യത്തിന്റെ കഠിനത അവന്റെ തൊണ്ടക്കുഴിൽ കൂടി കത്തി കടന്നുപോയി. അവന്റെ മനസ്സിൽ ഇഷാനിയുടെ മുഖം മാത്രം. ഇച്ചായ, അവൾ പറഞ്ഞ ഓർമ്മ വന്നു. അവളുടെ കണ്ണുകൾ, അവളുടെ ശബ്ദം. അത് സത്യമാണോ? അവൻ സ്വയം ചോദിച്ചു. അവൾക്കും അറിയാമായിരുന്നു. അവന്റെ കൈകൾ മുറുകി. എല്ലാവരും ചേർന്ന് എന്നെ പൊട്ടനാക്കി. അവൻ വീണ്ടും ഒരു ഗ്ലാസ് ഒഴിച്ചു. ഇപ്രാവശ്യം കുറച്ചധികം ഒഴിച്ച് കുടിച്ചവൻ. അവൻ ചിരിച്ചു, ഒരു ഭ്രാന്തി ചിരി. അടുത്ത ടേബിളിൽ ഇരുന്നവർ നോക്കി. പക്ഷേ അവൻ ശ്രദ്ധിച്ചില്ല. ബാറടക്കാനുള്ള സമയമെടുത്തു. പക്ഷെ സേവി ഇപ്പോഴും അവിടെ ഇരുന്നു. അവന്റെ കണ്ണുകൾ ചുവന്നിരുന്നു. നിയമം. അവൻ വീണ്ടും ചിരിച്ചു. കോടതി. അവൻ മേശയിൽ വിരൽ തട്ടി. എന്റെ കോടതി. അവൻ നെഞ്ചിൽ കൈവച്ചു. ഇവിടെയാണ് എൻ്റെ മനസ്സാക്ഷി. അവിടെ ഞാൻ വിധി പറയും. അവന്റെ കണ്ണുകളിൽ ഒരു തീ കത്തി. ഈ സമയം ബാറിലേക്ക് ഒരാൾ കയറി വന്നു. ജോക്കുട്ടൻ. ജോക്കുട്ടൻ ആകെ അസ്വസ്ഥനായിരുന്നു. ചേച്ചിയുമായി പിണങ്ങിയിട്ടുള്ള വരവായിരുന്നത്. സർ, ക്ലോസിംഗ് സമയമാണ്. സപ്ലയർ അവനോട് താഴ്മയായി പറഞ്ഞു. എനിക്ക് തന്നിട്ട് നീയൊക്കെ അടിച്ചാൽ മതി. ഇല്ലെല്ലാം അടിച്ചു കൊടുക്കും, ഞാൻ പറഞ്ഞേക്കാം. അല്ലെങ്കിൽ തന്നെ അടിമുടി കത്തിക്കുക. അവൻ ദേഷ്യത്തിൽ പറഞ്ഞു. പരിചിതമുള്ള ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി സേവി. കുറച്ചു മാറി മൂലക്കരിക്കുന്ന ജോക്കുട്ടനെ കണ്ടപ്പോൾ അവന്റെ കണ്ണുകൾ കുറുകി. സെലീനയുടെ മുഖം മനസ്സിലേക്ക് ഇരച്ചു വന്നപ്പോൾ അവന്റെ പേശികൾ വലിഞ്ഞു മുറുകി. വലത് കൈ ചുരുട്ടി പിടിച്ചവൻ തേടിയ വള്ളി കാലിൽ ചുറ്റി. അവന്റെ അണപ്പല്ലും ഞെരിഞ്ഞാൻ മറന്നു. കുപ്പി കൊണ്ടുവന്ന് മുന്നിൽ വെച്ചപ്പോൾ ആ കോർക്ക് കടിച്ചൂരിയ പാട വായിലേക്ക് അമിഴ്ത്തി ജോക്കുട്ടൻ. അവന്റെ തൊണ്ടക്കുഴിയെ കത്തിച്ചുകൊണ്ട് ആ ദ്രാവകം താഴേക്ക് ഇറങ്ങിപ്പോകുന്ന വഴി അറിയിച്ചുകൊണ്ട്. എല്ലാം കൂടി ഭ്രാന്ത് പിടിപ്പിക്കും. ഇടക്ക് പിറുവിറുത്തവൻ. അവനെ നന്നായി കാണാൻ പാകത്തിന് സേവി തിരിഞ്ഞിരുന്നു. കുടിച്ച മദ്യത്തിന്റെ കെട്ടൊക്കെ അയഞ്ഞു പോയവനിൽ. സർ, സോഡ, ഐസ്. സപ്ലയർ ജോക്കറിന്റെ കുടി കണ്ടപ്പോൾ പറഞ്ഞു. ഒരു ഫുള്ളൂടെ എടുത്തോ, ഇപ്പൊ എന്തും പോവും. അവൻ വീണ്ടും പറഞ്ഞു. വൈകി വന്ന കസ്റ്റമർ ആണെങ്കിലും നല്ലൊരു ടിപ്പ് തടയുന്ന സന്തോഷം കൊണ്ട് അയാൾ തിരികെ പോയി. സേവി എഴുന്നേറ്റുമുണ്ടെന്ന് മുറുകെ കുത്തി ബില്ല് കൊടുത്ത് ഇറങ്ങി. കാറിൽ കയറി ബാറിൽ നിന്ന് കുറച്ചകലെയായി കാത്തിരുന്നു. അവന്റെ മനസ്സിൽ പല ചിന്തകളും കടന്നുപോയി. ഒടുവിൽ വ്യക്തമായ രൂപം കൈവന്നു. കുറച്ച് മാറി കാണുന്ന ഷോപ്പിൽ നിന്ന് പേനും A4 ഷീറ്റുമായി തിരികെ വന്നു. അപ്പോഴും ജോക്കുട്ടന്റെ കാറ് ബാറിലെ പാർക്കിംഗ് ഏരിയയിൽ കിടക്കുന്നുണ്ട്. കുറച്ചു സമയം കൂടി കാത്തിരിക്കേണ്ടി വന്നവന് ആടിക്കൊണ്ട് ജോക്കുട്ടൻ പുറത്തേക്ക് വന്നു. കാറിൽ കയറി ആ കാറ് പുറത്തേക്ക് വരുന്ന കണ്ടപ്പോൾ സേവിയുടെ ചുണ്ടിൽ വെച്ച് ചിരി വിരിഞ്ഞു. പൈശാചികമായി ചിരി. ജോക്കുട്ടന്റെ കാറ് തന്റെ കാറിനെ കടന്നുപോയപ്പോൾ അവൻ കാറ് സ്റ്റാർട്ട് ചെയ്തു. ആളൊഴിഞ്ഞിടമെത്തിയപ്പോൾ ഓവർടേക്ക് ചെയ്ത് മുന്നോട്ട് പോയി റോഡിലിട്ട് തന്നെ തിരിച്ച് നടു റോഡിൽ നിർത്തി ഹെഡ്ലൈറ്റ് തെളിയിച്ചുകൊണ്ട് ആ കാറിന്റെ പ്രകാശം കണ്ണിനെ തുളച്ചു കയറിയപ്പോൾ ജോക്കുട്ടന്റെ കയ്യിൽ നിന്ന് സ്റ്റിയറിംഗ് വെട്ടി. അടുത്ത നിമിഷം സേവി കാറ് തിരിച്ച് മുന്നോട്ടെടുത്തു. ഇവനെന്താ ആളെ കളിപ്പിക്കുകയാണോ പറഞ്ഞുകൊണ്ട് ആ കാറിന് പിന്നാലെ വണ്ടിയെടുത്ത് ജോക്കുട്ടൻ. സേവി ഉദ്ദേശിച്ച പോലെ തന്നെ അവന്റെ ആ നീക്കത്തിൽ വീണുപോയി ജോക്കുട്ടൻ.
വണ്ടി അടുത്തെത്തുമ്പോൾ മുന്നോട്ട് സ്പീഡിലെടുത്തും കളിപ്പിച്ചുകൊണ്ട് സേവ്യ അവനെ വരുതിയിലാക്കി. സെലീനയുടെ വീടിന്റെ അടിവാരത്തുള്ള റോഡിലെത്തിച്ചു. അവന്റെ കാർ അവിടെ ഇട്ട് തിരിച്ചിട്ടു. ഹെഡ്ലൈറ്റ് തെളിയിച്ചുകൊണ്ട് ആ കാറിനെ പിന്തുടർന്നുകൊണ്ടെന്നും ഉള്ളിലെ മദ്യത്തിന്റെ ലഹരി കൊണ്ടും താൻ എവിടെയാണ് എത്തി നിൽക്കുന്നതെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞ ജോക്കുട്ടന് ഏത് പന്ന വായിൽ കൊള്ളാതെ തെറി പറഞ്ഞുകൊണ്ട് അവൻ ഡോറൊന്ന് പുറത്തേക്ക് ഇറങ്ങി. കാറിന്റെ ബോണ്ടിൽ ചുരുട്ടും വലിച്ചിരിക്കുന്ന സേവിയാണെന്ന് അറിഞ്ഞപ്പോൾ ജോക്കുട്ടന്റെ ശരീരത്തെ അറിയാത്തൊരു വിറയിൽ പടർന്നു കയറി. സേവിച്ചൻ ഭയത്തോടെ ആ പേര് ഉച്ചരിച്ചവൻ. എന്താടാ നീ പേടിച്ചു പോയോ? സേവി ചോദിച്ചുകൊണ്ട് ആ ചുരുട്ടിന്റെ പുകന്ന് ആഞ്ഞുവലിച്ചുകൊണ്ട് ഇറങ്ങി. നീ എന്താടാ കരുതിയത്? പെണ്ണ് കിട്ടി കഴിഞ്ഞപ്പോ സേവിയെല്ലാം മറന്നെന്നോ? സേവി മുന്നോട്ട് നടക്കും തോറും ജോക്കുട്ടൻ പിന്നോക്കം നീങ്ങി. സേവിച്ചതിനോട് ക്ഷമിക്കണം, ഞാനല്ല ചേച്ചിയും ചോദിച്ചാലും കൂടിയാ നിന്റെ അമ്മച്ചിയെ കൊല്ലാൻ പ്ലാൻ ചെയ്ത്. എനിക്കൊന്നും അറിയില്ല, പ്ലീസ് എന്നൊന്നും ചെയ്യല്ലേ. അവൻ ഇരു കൈയും കൂപ്പി പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതൊക്കെ ഞാൻ അറിഞ്ഞു ജോയെ, ആ കണക്ക് ഞാൻ അവരോട് തീർത്തോളാം. അതല്ലാതെ നമ്മൾ തമ്മിലൊരു കണക്ക് വേറെയുണ്ടല്ലോ, അത് നീ മറന്നോ? തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.